രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലും വ്യോമയാന രംഗത്തും കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യയെ കൂടുതൽ സുരക്ഷിതവും ആത്മനിർഭരവുമാക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. മൻ കി ബാത്ത് റേഡിയോ പ്രഭാഷണ പരിപാടിയുടെ 135-ാം പതിപ്പിലാണ് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രതിരോധ സ്വയം പര്യാപ്തത, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, ശാസ്ത്രീയ ചിന്ത, ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം എന്നിവയെക്കുറിച്ച് വിശദമായി പരാമർശിച്ചത്. കഴിഞ്ഞ 6 മാസത്തിനിടെ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിരവധി നേട്ടങ്ങളാണ് രാജ്യം സ്വന്തമാക്കിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വദേശി സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണവും പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും സർവേ കപ്പലുകളും ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വ്യോമയാന രംഗത്തും ഇന്ത്യ വലിയ മുന്നേറ്റമാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് നിർമ്മിക്കുന്ന C-295 സൈനിക ഗതാഗത വിമാനം വിജയകരമായി ആദ്യ പറക്കൽ പൂർത്തിയാക്കിയെന്നും 40 വിമാനങ്ങളാണ് ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് MSME മേഖലയ്ക്കും എയറോസ്പേസ് വ്യവസായത്തിനും വലിയ ഉണർവ് നൽകുമെന്നും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സാധാരണക്കാരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പദ്ധതികളും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് പദ്ധതികൾ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാമ്പത്തിക പരിരക്ഷ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാലത്ത് ഇന്ധന ലാഭം, കാർ പൂളിംഗ്, അനാവശ്യ സ്വർണം വാങ്ങൽ ഒഴിവാക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ രാജ്യവാസികൾ കാട്ടിയ ഉത്തരവാദിത്ത ബോധത്തിനും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തിനൊപ്പം നിന്ന ജനങ്ങളുടെ സഹകരണം ഇന്ത്യയുടെ കൂട്ടായ ശക്തിയുടെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ശാസ്ത്രീയ ചിന്ത സമൂഹത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ പൈതൃകവും ആധുനിക സാങ്കേതിക വിദ്യയും ഒരുമിപ്പിക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സംരംഭങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. അതേസമയം സേഷൽസിന്റെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചിരുന്നു. പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം എന്നീ മേഖലകളിലെ മികച്ച നേതൃത്വത്തിനാണ് പുരസ്കാരം. പരിസ്ഥിതി പ്രവർത്തനം, ഹരിത വളർച്ച, സുസ്ഥിര വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അദ്ദേഹം നൽകുന്ന സംഭാവനകൾക്കുള്ള അംഗീകാരമായാണ് ഈ ബഹുമതി നൽകിയിരിക്കുന്നതെന്ന് സേസൽസ് അറിയിച്ചു. സുസ്ഥിര വളർച്ചയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും ബ്ലൂ ഇക്കോണമിക്കും അദ്ദേഹം നൽകുന്ന ദീർഘകാല പ്രതിബദ്ധതയ്ക്കുള്ള ആദരവായാണ് ഈ പുരസ്കാരം. ചെറുകിട ദ്വീപ് രാഷ്ട്രങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റെ പിന്തുണയും സമുദ്ര വിഭവങ്ങളുടെ ഉത്തരവാദിത്വപരമായ വിനിയോഗവും ഇന്ത്യയും സേസൽസും തമ്മിലുള്ള ആഴത്തിലുള്ള പങ്കാളിത്തവും പുരസ്കാര പ്രഖ്യാപനത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ഈ അംഗീകാരത്തിൽ വിനയാന്യതനാണെന്നും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾക്കും വരും തലമുറയ്ക്കായി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് തങ്ങളുടെ ഉത്തരവാദിത്വമായി കരുതുന്നവർക്കുമായി ഈ പുരസ്കാരം സമർപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്കും സുസ്ഥിര വികസനത്തിനുമായി പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര പുരസ്കാരങ്ങളുടെ പട്ടികയിലെ ഏറ്റവും പുതിയ അംഗീകാരമാണിത്. 2026 മെയ് മാസത്തിൽ കൃഷി മേഖലയിലെ പരിഷ്കാരങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയതിനും FAO അഗ്രിക്കോള മെഡൽ നൽകി മോദി ആദരിച്ചിരുന്നു. കൂടാതെ 2018 സിയോൾ സമാധാന പുരസ്കാരവും ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ഉയർന്ന പരിസ്ഥിതി ബഹുമതിയും കിട്ടിയിരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ സ്വാധീനമുള്ള ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രശംസിച്ചിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യക്തിബന്ധം അതീവ ദൃഢമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഭരണകൂടത്തിലെ പ്രമുഖ നയതന്ത്രജ്ഞനായ അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത്. ഇന്ത്യ US-ന്റെ വളരെ അടുത്ത പങ്കാളിയും സഖ്യകക്ഷിയുമാണ്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും തമ്മിലുള്ള ബന്ധം മറ്റെന്തിനേക്കാളും അടുത്തതാണ്. നയതന്ത്രത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നു. ട്രംപ് ഭരണകൂടം പ്രധാനമന്ത്രി മോദി ഏറെ ബഹുമാനത്തോടെയാണ് വീക്ഷിക്കുന്നത്. US-ന്റെ ഏറ്റവും അടുത്ത തന്ത്രപ്രധാന പങ്കാളിയാണ് ഇന്ത്യയെ കാണുന്നത്. പ്രധാനമന്ത്രി മോദിയുടെയും അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങളുടെയും വലിയ ആരാധകരാണ് തങ്ങൾ, മാർക്കോ റൂബിയോ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച സാമ്പത്തിക നേട്ടങ്ങളെ മാർക്കോ റൂബിയോ പ്രശംസിച്ചു. ആഗോളതലത്തിലെ സുപ്രധാന തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കെൽപ്പുള്ള രീതിയിൽ ഇന്ത്യ ആഗോള ശക്തിയായി ഉയർന്നു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള സ്വാധീനം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.